ഇന്ന് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് പഠിക്കാനാണ് പോകുന്നത്. ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? ഐഡിയൽ അല്ലെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സൊല്യൂഷനെ നമ്മൾ രണ്ട് തരത്തിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് റോൾസ് ലോ, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ റോൾസ് ലോ ഒബേ ചെയ്യുന്നവരെ ഐഡിയൽ സൊല്യൂഷൻസ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നു? ഐഡിയൽ സൊല്യൂഷൻസ്. റോൾസ് ലോ ഒബേ ചെയ്യാത്തവരെ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നു. ഐഡിയൽ സൊല്യൂഷന് രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന്, ഡെൽറ്റ എച്ച് മിക്സിംഗ് ഓഫ് ദ പ്യുർ കമ്പോണൻസ് ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ വി മിക്സിംഗ്. അതായത് എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഓഫ് പ്യുർ കമ്പോണൻസ്. പ്യുർ കമ്പോണൻസ് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിയും 0 ആയിരിക്കും. അതുപോലെ അതിൻ്റെ വോളിയവും 0 ആയിരിക്കും. വോളിയം ഓഫ് മിക്സിങ്ങും 0 ആയിരിക്കും. ഇനി ഇറ്റ് മീൻസ് ദാറ്റ് നോ മാറ്റർ ഇസ് അബ്സോർബ്ഡ് ഓർ എവോൾവ്ഡ് വെൻ ദ കമ്പോണൻസ് ആർ മിക്സഡ്. അതിൻ്റെ അർത്ഥം എൻതാൽപ്പി 0 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഒരു ഹീറ്റും ഇൻവോൾവ് ചെയ്യുന്നില്ല. അതുപോലെ വോളിയവും ഈക്വൽ ആയിരിക്കും. വോളിയം ചേഞ്ചും ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം ആണല്ലോ. ഡെൽറ്റ വി എന്ന് പറഞ്ഞു വെച്ചാൽ മിക്സ് ചെയ്യുമ്പോൾ വോളിയത്തിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല. അതായത് ഈക്വൽ ടു ദ സം ഓഫ് ദ വോളിയംസ് ഓഫ് ടു കമ്പോണൻസ്. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് സം ഓഫ് ദ കമ്പോണൻസ് ഓഫ് ടു വോളിയം ആയിരിക്കും. അപ്പോൾ at molecular level, ideal behavior of the solution can be expressed by considering two components. നമ്മൾ ഇനി ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് പറയുകയാണ്. ഐഡിയൽ സൊല്യൂഷൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? രണ്ട് കമ്പോണൻസ് എടുക്കുക, ഒന്ന് എയും ഒന്ന് ബിയും. അപ്പോൾ പ്യുർ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ആയിരിക്കും, അല്ലെങ്കിൽ ബി ആയിരിക്കും. പ്യുർ കമ്പോണൻറ്റിൽ ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് എ ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു ഇന്റർമോളിക്കുലർ പ്യുർ കമ്പോണൻസിൻ്റെ ബി ആയിരിക്കും. ഇനിയിപ്പോൾ ആ രണ്ട് പ്യുർ കമ്പോണൻറ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് എ ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സസ് എയും ബിയും ഈക്വൽ ആണ്. ഏതിനോട് ഈക്വലാണ്? എ ബിയുമായിട്ട് ഈക്വൽ ആയിരിക്കും അവരെ മിക്സ് ചെയ്ത് വെച്ച്. This leads to the formation of ideal solution. ഇങ്ങനെ ഇൻട്രാക്ഷൻ ഈക്വൽ ആവുമ്പോൾ അത് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നു. ഒരു പെർഫെക്റ്റ്ലി ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് റെയർ ആണ്. ബട്ട് സം സൊല്യൂഷൻസ് ആർ നിയർലി ഐഡിയൽ ഇൻ ബിഹേവിയർ. ചില സൊല്യൂഷൻസ് ഐഡിയൽ ആണ് ബിഹേവിയറിൽ. സൊല്യൂഷൻ ഓഫ് N-hexane and N-heptane, bromoethane and chloroethane, benzene and toluene, etc. all fall into this category. അപ്പോൾ എക്സാമ്പിൾ ഓഫ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? N-hexane and N-heptane, bromoethane and chloroethane, benzene and toluene. ഒരിക്കലും പറയണോ? അതായത് രണ്ട് പ്യുർ കമ്പോണൻ്റ് ഉണ്ട്. അത് ഒന്നാമത്തെ കമ്പോണൻ്റ് എയും രണ്ടാമത്തെ കമ്പോണൻ്റ് ബിയും. അതിനെ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് എ ബി ടൈപ്പ് ഉള്ള ഒരു സൊല്യൂഷൻ കിട്ടി. എ കമ്പോണൻറ്റിലുള്ള മോളിക്യൂൾസിനെ നമുക്ക് എല്ലാം എ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ബി കമ്പോണൻറ്റിലുള്ള മോളിക്യൂൾസിനെ ബി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ബി ഇൻട്രാക്ഷൻ എന്ന് പറയുന്നതും ഇൻട്രാക്ഷൻസും എ ബി ടൈപ്പിലുള്ള ഇൻട്രാക്ഷൻസിൻ്റെ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സസിൻ്റെ ശക്തിക്ക് ഈക്വൽ ആയിരിക്കും. അതായത് അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആർ നിയർലി ഈക്വൽ ടു ദോസ് ബിറ്റ്വീൻ എ ബി. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു കഥ പോലെ ഇങ്ങനെ പഠിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. എ എന്നൊരു പുരുഷനും എ എന്നൊരു ആൺകുട്ടിയും ബി എന്നൊരു പെൺകുട്ടിയും തമ്മിൽ വിവാഹം കഴിക്കാൻ പ്രണയത്തിലായി വിചാരിക്കുക. അപ്പോൾ അത് അച്ഛനും അമ്മയും എയും ബിയും അവരുടെ അച്ഛനും അമ്മയും എന്ന് വിചാരിക്കുക. എ എന്ന് പറയുന്നത് എയുടെ അച്ഛനമ്മ, ബി എന്ന് പറയുന്നത് ബിയുടെ അച്ഛനമ്മ. അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഇഷ്ടമുള്ള ആൾക്കാരാണ് വിചാരിക്കുക. അതായത് പാരൻസിനും
മക്കൾക്കും മാരേജിനോട് എതിർപ്പില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ മാരേജ് ഉറപ്പായിട്ടും നടക്കും അല്ലേ. അവരുടെ ബോണ്ടിങ് ഏകദേശം ഈക്വൽ ആയിരിക്കും. എ ബി ബിയുടെ ബോണ്ടിങ് പോലെ തന്നെയായിരിക്കും എ ബിയുടെ ബോണ്ടിങ് അല്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഈക്വൽ ആയിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻ നോക്കാം. റോൾസ് ലോ എന്ന ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനെ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നു. വെൻ എ സൊല്യൂഷൻ ഡസ് നോട്ട് obey Rolle's law over the entire range of concentration, then it is called non-ideal solution. Non-ideal solution എന്ന് പറഞ്ഞു വെച്ചാൽ റോൾസ് ലോവിനെ അംഗീകരിക്കാത്ത സൊല്യൂഷനാണ്. വേപ്പർ പ്രഷർ അങ്ങനത്തെ സൊല്യൂഷനിൽ വേപ്പർ പ്രഷർ ഹയ്യറോ അല്ലെങ്കിൽ ലോവറോ ആയിരിക്കും പ്രഡിക്റ്റഡ് ബൈ റോൾസ് ലോ. റോൾസ് ലോ പ്രഡിക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഹയ്യറോ ലോവറോ ആയിരിക്കും. അപ്പോൾ ഹയ്യർ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നു. ലോവർ ആണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നു. ഇനി നമുക്ക് ആദ്യം നെഗറ്റീവ് ഡീവിയേഷൻ ആണ് പഠിക്കുന്നത്. നോക്കാം കേട്ടോ. അല്ല, പോസിറ്റീവ് ഡീവിയേഷൻ ആണ് പഠിക്കുന്നത്. നോക്കാം. ഈ പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വേപ്പർ പ്രഷർ ഹയ്യർ ആണോ ലോവർ ആണോ എന്നതിനനുസരിച്ചാണ്. മാത്രമല്ല എ ബിയുടെ ഇൻട്രാക്ഷൻ അട്രാക്റ്റീവ് ഫോഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷനിൽ എന്താണ് പറയുന്നത് നോക്കാം. അത് ബേസ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻ അറ്റ് ദ മോളിക്കുലാർ ലെവലിനെ ബേസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു കഥ പറഞ്ഞല്ലോ. എ ബി എന്ന് പറയുന്നത് എ ഒരു പെൺകുട്ടിയും ബി ഒരു ആൺകുട്ടി, അല്ലെങ്കിൽ എ ഒരു ആൺകുട്ടിയും ബി ഒരു പെൺകുട്ടി, അവർ തമ്മിൽ പ്രണയത്തിലായി വിവാഹം കഴിക്കാനായി. നമ്മൾ ഐഡിയൽ സൊല്യൂഷനിൽ പറഞ്ഞു എന്താണ്, എയും ബിക്കും എതിർപ്പില്ല, എ ബിക്കും കുഴപ്പമില്ല. അപ്പോൾ അത് അവർ നന്നായിട്ട് അട്രാക്റ്റീവ് ഫോഴ്സ് രണ്ട് കേസിലും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഇനി നെഗറ്റീവ് ഡീവിയേഷനിലാവുമ്പോൾ എ ബിയുടെ അട്രാക്റ്റീവ് ഫോഴ്സ് എൻ്റെയും ബി ബിയുടെയും അട്രാക്റ്റീവ് ഫോഴ്സിനെക്കാട്ടിലും കുറവായിരിക്കും, അതായത് വീക്കർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് വിചാരിക്കണം? എയും ബിക്കും എ ബിയെക്കാട്ടിലും സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. എ ബിയുടെ വീക്കർ ആയിരിക്കും എയുടെയും ബി ബിയുടെയും അട്രാക്റ്റീവ് ഫോഴ്സിനെക്കാട്ടിലും. അപ്പോൾ ഇൻ ദിസ് കേസ് ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ബിറ്റ്വീൻ എ ബി ബി പറയുന്നത് ഉദ്ദേശിക്കുന്നത് സോൾവെന്റ് മോളിക്യൂൾസ്. എ ബി എന്ന് പറയുന്നത് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് മോളിക്യൂൾസിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സസിനെക്കാട്ടിലും വീക്കറാണ് എന്നാണ് അർത്ഥം. അതായത് ഒരേ ടൈപ്പിലുള്ള മോളിക്യൂൾസിനെക്കാട്ടിലും വീക്കർ ആയിരിക്കും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മോളിക്യൂൾസിന് അട്രാക്റ്റീവ് ഫോഴ്സ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? പ്യുവർ സ്റ്റേറ്റിലാണെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് സൊല്യൂഷൻ സ്റ്റേറ്റിലാവുമ്പോൾ എസ്കേപ്പ് ചെയ്യാൻ പറ്റും. അതായത് പ്യുവർ സ്റ്റേറ്റിലാവുമ്പോൾ സൊല്യൂട്ട് മാത്രമായിരിക്കും, സോൾവെൻറ്റ് മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും ചേരുമ്പോഴാണല്ലോ സൊല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ സൊല്യൂഷനിലാവുമ്പോൾ എസ്കേപ്പിംഗ് ടെൻഡൻസി ഉണ്ടാകുന്നു. അതായത് എ ബിയുടെ ബോണ്ട് അട്രാക്റ്റീവ് ഫോഴ്സ് വീക്കറാണ് എന്ന് സാർ. ദിസ് വിൽ ഇൻക്രീസ് ദ വേപ്പർ പ്രഷർ. നമുക്കറിയാം വേപ്പർ പ്രഷർ കൂടുമ്പോഴാണ് എന്ത് എസ്കേപ്പിംഗ് ടെൻഡൻസി, വേപ്പർ ആവാനുള്ള ഒരു ടെൻഡൻസി കൂടുക. അപ്പോൾ വേപ്പർ പ്രഷർ കൂടുന്നത് ഏത് ഡീവിയേഷനിലാണ്? പോസിറ്റീവ് ഡീവിയേഷൻ. എയിൽ കാണുന്നതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഫിഗർ 2.6 എയിൽ കാണുന്നതാണ് പോസിറ്റീവ് ഡീവിയേഷൻ. ഇവിടെ എഴുതിയിട്ടുണ്ട് വേപ്പർ പ്രഷർ ഓഫ് ടു കമ്പോണന്റ് സിസ്റ്റം ആസ് എ ഫംഗ്ഷൻ ഓഫ് കമ്പോസിഷൻ എ സൊല്യൂഷൻ ദാറ്റ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. ബി എ സൊല്യൂഷൻ ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ്. ബി എന്ന് കാണിക്കുന്ന റോൾസ് ലോ എന്ന നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് ഡീവിയേഷൻ വെച്ച് തന്നെ നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ പറയാൻ പറ്റും. എന്താണ്? പോസിറ്റീവ് ഡീവിയേഷനിൽ വേപ്പർ പ്രഷർ കൂടുതലാണ്. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷനിൽ എന്തായിരിക്കും? വേപ്പർ പ്രഷർ കുറവായിരിക്കും. പോസിറ്റീവ് ഡീവിയേഷനിൽ എ ബി ബോണ്ട് വീക്കറാണ്, പക്ഷെ നെഗറ്റീവ് ഡീവിയേഷനിൽ എ ബി ബോണ്ട് സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ആ മറ്റേ പ്രണയകഥയൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അത് പ്രകാരം പഠിച്ചാൽ മതി. ഇനി പ്യുവർ കമ്പോണൻറ്റിനെക്കാട്ടിലും സ്ട്രോങ് എ ബിക്കാണ് നെഗറ്റീവ് ഡീവിയേഷനിൽ ഉണ്ടാവുക. ബോണ്ടിങ് സ്ട്രോങ്, ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ കൂടുതൽ എ ബിക്ക് ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷനിൽ കേട്ടോ. പോസിറ്റീവ് ഡീവിയേഷനിൽ എ ബിയെക്കാട്ടിലും പ്യുവർ കമ്പോണൻസിനാണ് പോസിറ്റീവ് ഡീവിയേഷനിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ.
അപ്പോൾ ഇനി നോക്കുക, പോസിറ്റീവ് ഡീവിയേഷന് എക്സാമ്പിൾ ഒരു ഉദാഹരണം വെച്ച് പറയാണ്. മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് അസിറ്റോൺ. അസിറ്റോൺ ആൻഡ് എത്തനോൾ, അതിൽ പ്യുർ എത്തനോളിൽ അസിറ്റോൺ ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതാണ് നോക്കണം. പ്യുർ എത്തനോള് ഹൈഡ്രജൻ ബോണ്ടഡ് ആണ്. അപ്പോൾ അസിറ്റോൺ ചേർക്കുമ്പോൾ അസിറ്റോണിലെ മോളിക്യൂൾസ് ഹോസ്റ്റ് മോളിക്യൂളായ എത്തനോളിൽ വന്നിരിക്കും. എന്നിട്ട് അതിലത്തെ ഹൈഡ്രജൻ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഡ്യൂ ടു വീക്കനിങ് ഓഫ് ഇൻട്രാക്ഷൻ ദ സൊല്യൂഷൻ ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. മനസ്സിലായോ? ഇൻട്രാക്ഷൻ, അതായത് എ ബി ബോണ്ട് വീക്കൻ ആവുമെന്ന് പറഞ്ഞില്ലേ, ഇൻട്രാക്ഷൻ വീക്കൻ ആയിട്ട് അതൊരു പോസിറ്റീവ് ഡീവിയേഷൻ റോൾസ് ലോ എന്ന് കാണിക്കുന്നു. ഇൻ എ സൊല്യൂഷൻ ഫോംഡ് ബൈ ആഡിങ് കാർബൺ ഡൈസൾഫൈഡ് ടു അസിറ്റോൺ. കാർബൺ ഡൈസൾഫൈഡ് അസിറ്റോണിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഡൈപോളാർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ സൊല്യൂട്ട് സോൾവെന്റ് മോളിക്യൂൾസ് ആർ വീക്കർ than the respective interactions shows the solute and solvent molecules. The solution also shows positive deviation. അപ്പോൾ രണ്ട് ഉദാഹരണങ്ങൾ കിട്ടി. ഒന്ന് അസിറ്റോൺ എത്തനോളും, പിന്നെ ഒന്ന് കാർബൺ സൾഫൈഡ് ടു അസിറ്റോൺ. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ നമ്മൾ വിശദീകരിച്ചു. അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഫീനോളോ അനിലീനോ ആണ്. ഫീനോളും എ കമ്പോണൻറ്റ്, അനിലിൻ ബി കമ്പോണൻ്റ് ആയിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഫീനോളിക് intermolecular hydrogen bonding between phenolic proton and lone pair of nitrogen atom of aniline is stronger than respective intermolecular hydrogen bonding between similar molecules. അതായത് രണ്ടും ചേർക്കുമ്പോൾ അനിലൈനും ഫീനോളും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ് ആവും. അപ്പോൾ അതായത് എ ബി ടൈപ്പ് സ്ട്രോങ് ആവും, പ്യുർ കമ്പോണൻറ്റിനെക്കാട്ടിലും സ്ട്രോങ് ആവും. ഫിനോളിൻ്റെ പ്യുർ കമ്പോണൻറ്റിൻ്റെ ഇൻട്രാക്ഷനെക്കാട്ടിലും അനിലിനുള്ള പ്യുർ കമ്പോണൻറ്റിൻ്റെ അനിലിൻ എന്ന പ്യുർ കമ്പോണൻറ്റിൻ്റെ സ്ട്രോങ് അട്രാക്റ്റീവ് ഫോഴ്സസിനെക്കാട്ടിലും ഫിനോളും അനിലിനും ചേർന്നിട്ടുള്ള ആ മിക്സ്ചറിൻ്റെ ബോണ്ടിങ്, അതായത് അട്രാക്റ്റീവ് ഫോഴ്സ് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ മിക്സ്ചർ ഓഫ് ക്ലോറോഫോം ആൻഡ് അസിറ്റോൺ അതാണ് ഇതിന് ഉദാഹരണം. മിക്സ്ചർ ഓഫ് മറ്റൊരു ഉദാഹരണമാണ് ക്ലോറോഫോം ആൻഡ് അസിറ്റോൺ ഫോംസ് എ സൊല്യൂഷൻ വിത്ത് എ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. This is because chloroform molecule is able to form hydrogen bonding with acetone molecules. ഇവിടെയും ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അതിന് കാരണം. അപ്പോൾ this decreases the escaping tendency of molecules for each component and consequently the vapor pressure decreases. അപ്പോൾ ഈ എന്താണ് പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അത് സ്ട്രോങ് ആണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ എസ്കേപ്പിംഗ് ടെൻഡൻസി നമ്മൾ ഡിക്രീസ് ചെയ്യുന്നു, വേപ്പർ പ്രഷറും ഡിക്രീസ് ചെയ്യുന്നു. വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ അതിൻ്റെ എസ്കേപ്പിംഗ് ടെൻഡൻസി കുറയുന്നു എന്നാണ് അർത്ഥം. ഇനി അസിയോട്രോപ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ സം ലിക്വിഡ്സ് ഓൺ മിക്സിങ് ഫോം അസിയോട്രോപ്സ് വിച്ച് ആർ ബൈനറി മിക്സ്ചേഴ്സ്. അപ്പോൾ അസിയോട്രോപ്സ് എന്ന് പറയുന്നത് എന്താണ്? മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബൈനറി മിക്സ്ചേഴ്സ് ആണ്. അത് ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും സെയിം കമ്പോസിഷൻ ആണ്. ആൻഡ് ബോയിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യുന്നു. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് ഒരിക്കലും അസിയോട്രോപിക് മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ രണ്ട് ടൈപ്പിൽ അസിയോട്രോപ്പ് ഉണ്ട്. ഒന്ന് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും ഒന്ന് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും. അപ്പോൾ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പാണ്. ആ അസിയോട്രോപ്പിൽ പ്യുർ കമ്പോണൻറ്റിന് ലെസ് മിനിമം ബോയിലിംഗ് പോയിന്റ് ആണ്. മിനിമം ബോയിലിംഗ് പോയിന്റ് അല്ല, ഒരു മിനിറ്റ് കേട്ടോ. There are mixtures of two liquids whose boiling points are either more than either of the two pure components.
എ ബി എന്ന എന്താണ് എ ബി അല്ലേ നമ്മൾ സൊല്യൂഷൻ്റെ രണ്ട് മിക്സ്ചറിലായിട്ട് കിട്ടുന്നതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അതിന് എൻ്റെയും ബി ബിയുടെയും ബോയിലിംഗ് പോയിന്റിനെക്കാട്ടിലും കൂടുതലാണ്. അതാണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ. മിനിമം ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് എ ബി ടൈപ്പിന് എൻ്റെയും ബി ബിനെക്കാട്ടിലും ചെറിയ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ മിനിമം പറയുന്നത് പ്യുവർ കമ്പോണൻറ്റിനെക്കാട്ടിലും ചെറിയ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പാണ്. പ്യുവർ കമ്പോണൻറ്റിനെക്കാട്ടിലും മാക്സിമം ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ അതിനെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നു. ഇനി മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷനിലാണ്. കാരണം എന്താണ്? എ ബി ബോണ്ട് വീക്കറാണ്. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷനിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് കാണിക്കുന്നു എന്നുള്ളത് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഇനി അതിന് എക്സാമ്പിൾ കേട്ടോ, അസിയോട്രോപിക് മിക്സ്ചർ, എത്തനോൾ ആൻഡ് വാട്ടർ. ഈ എക്സാമ്പിളൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അത് പഠിക്കുക. എത്തനോൾ വാട്ടർ മിക്സ്ചർ ഒബ്റ്റൈൻഡ് ബൈ ദ ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗേഴ്സ്. On fractional distillation gives a solution containing approximately 95% by volume of ethanol. Once this composition, known as azeotrope composition, has been achieved, the liquid and vapor have the same composition and no further separation occurs. The solutions that show large negative deviation from Rolle's law form maximum boiling azeotrope at a specific composition. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. Nitric acid and water is an example of this class of azeotrope. ഏതിൻ്റെ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിളാണ് ഇത്. അതിൻ്റെ കോമ്പോസിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിൻ്റെയും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിൻ്റെ എക്സാമ്പിൾസ് കൂടുതൽ ഇൻ്റർനെറ്റിലൊക്കെ കിട്ടും, അത് പഠിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മൾ റിവൈൻഡ് ചെയ്യുന്നു. അതായത് ഐഡിയൽ സൊല്യൂഷനിൽ എ എന്ന് പറയുന്നത് പ്യുവർ, എ എന്ന് പറയുന്നത് ഒരു കമ്പോണൻറ്റ്, ബി എന്ന് പറയുന്നത് ഒരു കമ്പോണൻറ്റ്. അതിലുള്ള ഇൻട്രാക്ഷൻസ് ആണ് എയും, എയിലുള്ള ഇൻട്രാക്ഷൻസ് എ, ബിയിലുള്ള ഇൻട്രാക്ഷൻ ബി. അപ്പോൾ രണ്ടും മിക്സ് ചെയ്തപ്പോൾ എ ബി കമ്പോണൻറ്റ് കിട്ടി, അതിലുള്ള ഇൻട്രാക്ഷൻ എ ബി എന്ന് പറയുന്നു. എൻ്റെ ഇൻട്രാക്ഷനെക്കാട്ടിലും ബി ബിയുടെ ഇൻട്രാക്ഷനെക്കാട്ടിലും കുറവാണ് എ ബിയുടെ എങ്കിൽ അതിനെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നു. എൻ്റെയും ബി ബിയുടെ ഇൻട്രാക്ഷനെക്കാട്ടിലും കൂടുതലാണ്, അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ് എന്താണ് എ ബിയുടെ എങ്കിൽ അതിനെ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നു. പിന്നെ പോസിറ്റീവ് ഡീവിയേഷൻ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും നെഗറ്റീവ് ഡീവിയേഷൻ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും കാണിക്കുന്നു. കാരണം പോസിറ്റീവ് ഡീവിയേഷൻ്റെ എ ബിയുടെ എന്താണ് കുറവാണല്ലോ, അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്. നെഗറ്റീവ് ഡീവിയേഷനിൽ എ ബിയുടെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്. അതുകൊണ്ടാണ് പോസിറ്റീവ് ഡീവിയേഷനിൽ എന്താണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും നെഗറ്റീവ് ഡീവിയേഷനിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും കാണിക്കുന്നത്. പിന്നെ നമ്മൾ ആദ്യം ഐഡിയൽ സൊല്യൂഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു 0, ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു 0 ആണെന്ന്. അപ്പോൾ നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എത്തുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷനിൽ ഡെൽറ്റ എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 0, ഡെൽറ്റ വി ഈസ് ഗ്രേറ്റർ ദാൻ 0. നെഗറ്റീവ് ഡീവിയേഷനിലാണെങ്കിൽ ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0, ഡെൽറ്റ വി ലെസ് ദാൻ 0. ഏതിന്? അതിനും ശ്രദ്ധിക്കണം. ഏതിനാണെന്ന് വെച്ചാൽ അത് വേണ്ട, അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ലല്ലോ, കൂടുതൽ കൺഫ്യൂസ് ആക്കുന്നില്ല. അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക. പോസിറ്റീവ് ഡീവിയേഷനിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഏതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നു? എ ബിയുടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് എനർജി ഇൻക്രീസ് ആയി. അപ്പോൾ എൻഡോതെർമിക്കായി. എൻഡോതെർമിക് ആകുമ്പോൾ ഡെൽറ്റ എച്ച് മിക്സിങ് ഗ്രേറ്റർ ദാൻ 0വും ഡെൽറ്റ വി മിക്സിങ് ഗ്രേറ്റർ ദാൻ 0 ആയി. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷനിൽ. അത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, ഞാനൊരു ഗൈഡ് നോക്കിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ കൂടുതലും വായിച്ചു നോക്കുക, എല്ലാ ഗൈഡും ഒക്കെ റെഫർ ചെയ്ത് പഠിക്കുക. ടെക്സ്റ്റ് ആദ്യം മെയിനായിട്ട് റെഫർ ചെയ്തിട്ട് എല്ലാം മനസ്സിലാക്കിയ ശേഷം ഗൈഡോ അല്ലെങ്കിൽ ഫർദർ കാൽക്കുലേഷൻ്റെ വേണ്ടിയിട്ടൊക്കെ മറ്റ് പ്രദീപ്സ്, ലേബർ ഇന്ത്യ, ന്യൂജ്യോതി പോലത്തെയൊക്കെ ഗൈഡ്സ് നോക്കുക കേട്ടോ. ശരി, എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. ശരി, താങ്ക് യു.